ഒരു റബ്ബർ ഷീറ്റിൽ അവരുടെ പിന്തുണ എഴുതി അറിയിച്ചുകൊണ്ട് സ്വീകരണം നൽകുകയുണ്ടായി. നമ്മുടെ റബ്ബർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണിത്. റബ്ബർ മേഖലയുടെ തകർച്ചയുടെ കാഴ്ചകളാണ് ഈ പര്യടന വേളയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാട് കയറി കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾ, വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളായി മാറുന്ന റബ്ബർ തോട്ടങ്ങൾ, തകരുന്ന കൃഷിക്കാർ, കുറയുന്ന കച്ചവടം, ഇതെല്ലാമാണ് നമ്മുടെ റബ്ബർ മേഖലയുടെ ഇന്നത്തെ കാഴ്ചകൾ. എങ്ങനെ വന്നു ഇത്? ആരാണ് ഈ കൊടും ചതി ചെയ്തത്? കോൺഗ്രസ് ആണ് ആസ്യം കരാർ ഒപ്പിട്ടത് എപ്പോഴാണ്? ഇടതുപക്ഷ പിന്തുണയില്ലാതെ മൻമോഹൻ സിംഗ് 2009 മുതൽ 2014 വരെ ഭരിച്ച കാലത്താണ് ഈ കൊടും ചതി ചെയ്തത്. എന്നാൽ 2004 മുതൽ 2009 വരെ ഒന്നാം മൻമോഹൻ സർക്കാർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി 53 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഭരിച്ചത്. അന്ന് ആസ്യം കരാർ ഒപ്പുവെക്കുന്നതിന് പോയപ്പോ ഇടതുപക്ഷം പറഞ്ഞു സാധ്യമല്ല, പറ്റില്ല, അങ്ങനെ ഒപ്പുവെക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇടതുപക്ഷം ശക്തി ക്ഷയിച്ചപ്പോ അരുത് എന്ന് മൻമോഹൻ സർക്കാരിനോട് പറയാൻ കഴിവില്ലാതായപ്പോൾ എന്ത് സംഭവിച്ചു? ആസ്യം കരാർ വന്നു, റബ്ബർ മേഖല തകർന്നു. ഇതിൽ നിന്നുള്ള പാഠമെന്ന് BJP അധികാരത്തിൽ നിന്ന് മാറ്റിയേ തീരൂ. അപ്പോൾ വരുന്ന പുതിയ സർക്കാർ, ആ സർക്കാരിൽ ഒരു തിരുത്തൽ ശക്തിയായി ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ന് റബ്ബറിന് സംഭവിച്ചതുപോലുള്ള അത്യാഹിതങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും. 220 രൂപ വിദേശത്ത് വിലയുള്ളപ്പോ നമ്മുടെ നാട്ടിൽ റബ്ബറിന് എങ്ങനെ 180 നിൽക്കുന്നത്? 220 രൂപക്ക് വിദേശത്ത് റബ്ബർ വാങ്ങി 30 രൂപ തീരുവ കൊടുത്ത് 250 രൂപയ്ക്ക് നഷ്ടം സഹിച്ച് നമ്മുടെ ടയർ കുത്തകൾ എന്തിനാ റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത്? നമ്മുടെ റബ്ബറിന്റെ വില 180 നിർത്താനാണ്. ഈ കള്ളക്കളി, ടയർ കമ്പനിയുടെ കള്ളക്കളി തുറന്നു കാണിക്കും. കോമ്പറ്റീഷൻ കമ്മീഷൻ ഇവർക്ക് 1800 കോടി രൂപ ഒത്തുകളിക്ക് പിടിച്ച് പിഴയിട്ടിട്ടുള്ളതാണ്. സുപ്രീം കോടതി സ്റ്റേ കിടക്കുകയാണ്. സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ആ പണം കൃഷിക്കാർക്കും റബ്ബർ ടാപ്പേഴ്സിനും നൽകുന്നതിനുള്ള ഏർപ്പാടുണ്ടാക്കും. ഇത്തരത്തിൽ വളരെ വ്യക്തമായിട്ട് റബ്ബർ മേഖലയിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്.